ഇപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ടെറസുകളിൽ പച്ചക്കറികൾ ഇതുപോലെ ഫാമുകളൊക്കെ നടത്തുന്നുണ്ട്. പണ്ട് നമ്മൾ ഓടിട്ട വീടുകളാണ്. ഇപ്പം നമ്മൾ കോൺക്രീറ്റ് ആയതുകൊണ്ട് എല്ലാവരും വീടിൻ്റെ മേളിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ഫാം ബിസിനസ് ആയിരിക്കാം, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യാറുണ്ട്. ചെടികളായിരിക്കാം. അതൊക്കെ എന്തെങ്കിലും ദോഷമാണോ? നമുക്ക് ചെടികൾ വീട്ടിൽ നടന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. കാരണം എപ്പോഴും ഞാൻ മരങ്ങളും ചെടികളും അവരോടുള്ള ഒരു എതിർപ്പോ അല്ലെങ്കിൽ അത് ചെയ്യരുതെന്ന് പറയുന്ന ഒരാളല്ല. അത് എവിടെയാണോ അവിടെ ചെയ്യുക. ടെറസിന്റെ മേളിൽ നിങ്ങൾക്ക് ചെടി നടണം എന്നുണ്ടെങ്കിൽ. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. വാസ്തുശാസ്ത്രവും അതിൻ്റെ പരിഹാരങ്ങളും ദോഷങ്ങളുമെല്ലാം നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിലായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനിയും അറിയാനുണ്ട്. നമ്മോടൊപ്പം പ്രശസ്ത വാസ്തുശാസ്ത്രജ്ഞനും ന്യൂമറോളജിസ്റ്റുമായ ആസ്ട്രൽ തങ്കച്ചൻ സാറുണ്ട്. സാർ നമസ്കാരം. നമസ്കാരം. അപ്പം എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇത്രയും നമ്മൾ കുറേ ഈ വിഷയങ്ങളെ പറ്റി ചർച്ച ചെയ്തു. അപ്പം എന്താണ് സാറിന് ഒരു എക്സ്പീരിയൻസ്? നമുക്ക് കോൾസ് വരുന്നതാണെങ്കിലും നമുക്ക് എൻക്വയറീസ് വരുന്നതാണെങ്കിലും എങ്ങനെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ? ഒരു ഫീഡ്ബാക്ക് എന്താണ്? തീർച്ചയായും ഒത്തിരി കോൾസ് വരുന്നുണ്ട്, ഒരു സന്തോഷം. പക്ഷെ അതിനകത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ തന്നെയാണ്. കോൾസ് വരുന്നത് ഏറ്റവും നല്ല കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്ത് നമുക്ക് ഇച്ചിരി വിഷമം വരുന്ന കോൾസും ഉണ്ട്. അതായത് വാസ്തു രീതികളിൽ ഒരു കോൾ ചെയ്ത്, സാറ് അടുപ്പ് ഏത് ഭാഗത്ത് നോക്കി തീ കത്തിക്കണം, ചിരവ നമ്മുടെ തേങ്ങ തിരുവുന്ന ചിരവയല്ലേ, ചിരവ എവിടെ വെക്കണം, ചൂല് എങ്ങനെ ചരിച്ച് വെക്കണം, വിളക്ക് എവിടെ കൊണ്ടുവയ്ക്കണം എന്ന് തുടങ്ങി വളരെ നിസ്സാരമായ ഒരുപാട് ചോദ്യങ്ങൾ. പക്ഷെ അവർ നമ്മുടെ മറുപടിയും പ്രതീക്ഷിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഒരു മറുപടിയും പ്രതീക്ഷിക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരം മറുപടികൾ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വാസ്തുവിൽ ഉൾപ്പെടുന്ന കേസല്ലേ അല്ല. അപ്പോൾ അത് വാസ്തു രീതിയിൽ ഇത് മറുപടി പറയാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് കുറച്ച് വിഷമമുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ആ ഒരു കോളും എന്നെ അവർക്ക് വിളിക്കുന്നവർക്കറിയാം, തിരിച്ച് മിസ്റ്റർ കാളുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് വിളിക്കും. ഒരു കോളും മിസ് ചെയ്യാതെ അതിനുള്ള ഉത്തരങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്ന ആൾക്കാർക്ക് ഉള്ളൊരു അപേക്ഷയാണ്, വാസ്തു രീതികളിൽ 5 കാര്യങ്ങളേ ഉള്ളൂ. പ്രധാന വാതിൽ, അടുക്കള, സെപ്റ്റിക് ടാങ്ക്, കിണർ അഥവാ ബോറ്, ബെഡ്റൂം, അതിന് മേളിലിരിക്കുന്ന വാട്ടർ ടാങ്ക്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ വാസ്തു രീതിയിൽ കൊണ്ടുവന്നാൽ മതി. ബാക്കി നിങ്ങളുടെ മുമ്പിലുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ വാസ്തുവിൽ ഉൾപ്പെടുത്തരുത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അന്ധവിശ്വാസങ്ങളിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ അത്രയും സമയം നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ അത് ചോദിക്കണോ വേണ്ടതെന്ന് ചോദിക്കുക. കാരണം അത് വാസ്തുവിലില്ല അത്തരം കാര്യങ്ങൾ. അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. പിന്നെ വേറെ കുറച്ച് എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വാസ്തു സംബന്ധമായ രീതികളിൽ ഒരുപാട് ആൾക്കാർ പല വീഡിയോയും കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനതിന് പല ഫോണിലും വോയിസ് റെക്കോർഡ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് എല്ലാം തുറന്നു പറയുന്ന ഒരാളും കൂടിയാണ്, ഒരുപാട് സമയം സംസാരിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ. അപ്പം മറ്റു വ്ളോഗുകാരെ കുറിച്ച് എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ അവിടെ അവരങ്ങനെ പറഞ്ഞില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, അപ്പം സംശയം നല്ലതാണ്. പക്ഷെ അത് മറ്റൊരാളെ കുറിച്ച് എനിക്ക് പറയാനും ഒരു അല്ലേ, ഞാൻ ഈ വ്ളോഗ് പോലും വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്. കാരണം ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസങ്ങളും അവരുമായിട്ടുള്ള ഒരു താല്പര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറച്ച് കോൾസ്, അതും പരമാവധി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. എനിക്കറിയാവുന്ന ഉത്തരങ്ങൾ ഞാൻ നിങ്ങളോടും പറയാം. സാർ ഈ ഇടയ്ക്ക് UAE പോയിട്ടുണ്ടായിരുന്നല്ലേ നമ്മുടെ ഒരു വർക്കിൻ്റെ ആവശ്യമായിട്ട്? ഇപ്പം അവിടെയൊക്കെ എങ്ങനെയുള്ള വാസ്തുശാസ്ത്രമാണ് അവർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്? അവിടെ എന്താണ് നമ്മൾ? തീർച്ചയായിട്ടും ഒരു പ്രത്യേകിച്ച് UAE ഞാൻ ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ഒരു 20 days ബിഫോർ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ അപ്ലൈ ചെയ്യുന്ന വാസ്തു അവിടെ പ്രായോഗികമല്ല. ഏറ്റവും കൂടുതൽ അപ്പാർട്ട്മെന്റ്സ്, ഫ്ലാറ്റ്, ആ ടൈപ്പാണ് അവിടെ. പക്ഷേ എനിക്ക് അതൊക്കെ ഓക്കെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരാളുടെ പൂജാമുറി, അതിൻ്റെ ആ ഭിത്തിയുടെ മറുവശം മറ്റൊരാളുടെ ടോയ്ലറ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അവർക്ക് ബിസിനസ് സ്ഥാപനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം വെച്ചാൽ അവർക്ക് എല്ലാം സ്ക്വയറാണ്. നമ്മുടെ നാട് പോലെ ഒന്നും എല്ലാം സ്ക്വയറാണ്. അവരുടെ എൻട്രൻസും ഇരിപ്പിടവും മാറുമ്പോൾ തന്നെ നല്ലൊരു ശതമാനം അവർക്ക് ആ ഒരു വാസ്തു രീതിയിലുള്ള കിട്ടുന്നുണ്ട്. പ്ലസ് അവരുടെ ബിസിനസ് നെയിം അത് വലിയ ടഫാണ്. കാരണം അവിടെ ഒരു അറബിക് നെയിമുമായിട്ട് ബന്ധപ്പെടുത്തിക്കാണ് അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ പോലും ഒരു പ്രൊജക്ഷൻ നെയിം, ഒരു പ്രത്യേകിച്ച് ഒരു യൂസർ നെയിം അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ നെയിം അവർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് വാസ്തു വളരെ എളുപ്പമാണ്. UAE വാസ്തു പ്രകാരം തന്നെ ചെയ്താലേ പറ്റുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വാസ്തുവാണെന്ന് ചോദിച്ചതുകൊണ്ട് ഞാൻ അവിടെ നോക്കിയപ്പം ഉച്ചഭാഗത്തെ വാതിലും സൗത്ത് വെസ്റ്റ് ഭാഗങ്ങളിൽ വെയിറ്റും ഉള്ള ഷോപ്സൊക്കെ കുഴപ്പമില്ലാതെ ബെറ്ററായിട്ട് കച്ചവടം നടക്കുന്നുണ്ട് അവിടെ. പക്ഷെ നീച ഭാഗത്തുള്ള എൻട്രൻസും അവർ നോർത്ത് ഈസ്റ്റിൽ ഇരുന്നു കൊണ്ട് വെയിറ്റ് കൂടുതൽ വെച്ചുകൊണ്ടുള്ള കടകളുടെ സ്വാഭാവികമായിട്ടുള്ള അവർ നമ്മൾ കാഴ്ചയിൽ തന്നെ മനസ്സിലാവുന്നില്ല, കുറച്ച് കൂടുതൽ കച്ചവടം, കുറച്ച് കൂടുതൽ കുറവ്. ഇങ്ങനെ കാഴ്ചയിൽ മനസ്സിലാക്കുന്ന രീതിയിലുള്ള ചില ഏറ്റത്താഴ്വുകളൊക്കെ അവിടെ ഞാൻ കാണുന്നുണ്ട്.
പിന്നെ ഓഫ് കോഴ്സ് ഞാൻ കുറച്ച് ആൾക്കാരോടൊക്കെ അവിടെ സംസാരിച്ചു, അവരോടൊക്കെ അത് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. പിന്നെ ന്യൂമറോളജി ഒരുപാട് ആൾക്കാരോട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർ ന്യൂമറോളജി പ്രകാരം അവർക്കൊരു നല്ലൊരു കൺസൾട്ടിങ് അവിടെ പോയി അവരോട് കുറച്ച് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ലൊരു ആശ്വാസവും ആ രീതിയിലൊക്കെ ഒരു നല്ല ഭാഗ്യവും നല്ല റിസൾട്ടൊക്കെയാണ്. സാർ, എനിക്ക് മറ്റൊരു സംശയം എന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ ടെറസുകളിൽ പച്ചക്കറികൾ ഇതുപോലെ ഫാമുകളൊക്കെ നടത്തുന്നുണ്ട്. പണ്ട് നമ്മൾ ഓടിട്ട വീടുകളാണ്. ഇപ്പം നമ്മൾ കോൺക്രീറ്റ് ആയതുകൊണ്ട് എല്ലാവരും വീടിൻ്റെ മേളിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ഫാം ബിസിനസ് ആയിരിക്കാം, ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യാറുണ്ട്, ചെടികളായിരിക്കാം. അതൊക്കെ എന്തെങ്കിലും ദോഷമാണോ? നമുക്ക് ചെടികൾ വീട്ടിൽ നടന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും ഗുണമുണ്ടോ? തീർച്ചയായും. അപ്പോൾ അതിനെക്കുറിച്ച് പറയാം. കാരണം എപ്പോഴും ഞാൻ മരങ്ങളും ചെടികളും അവരോടുള്ള ഒരു എതിർപ്പോ അല്ലെങ്കിൽ അത് ചെയ്യരുതെന്ന് പറയുന്ന ഒരാളല്ല. അത് എവിടെയാണോ അവിടെ ചെയ്യുക. ഇപ്പോൾ ഭൂമിയിൽ വാസ്തു വെയിറ്റ് ആൻഡ് ഹൈറ്റ് അടിസ്ഥാനത്തിലും കൂടെയാണെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ടെറസിൻ്റെ താഴത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ എപ്പിസോഡിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഏകദേശം എപ്പിസോഡുകളിലും പച്ചക്കറി താഴെ നടുന്നത് മരങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട്. ടെറസിൻ്റെ മേളിൽ നിങ്ങൾക്ക് ചെടി നടണം എന്നുണ്ടെങ്കിൽ അവിടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് കൊണ്ടുപോകരുത്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ടെറസിൻ്റെ മേളിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോട്ട് നിങ്ങൾ ഈ ബാഗ് ഉണ്ടല്ലോ, അതിന് മേളിലുള്ള ചെടി, പിന്നെ അതിന് മണ്ണ്, അങ്ങനെ എങ്ങനെ നോക്കിയാലും ഒരു 10-20 ബാഗൊക്കെ വെക്കുമ്പോഴത്തേക്ക് നല്ലൊരു വെയിറ്റ് അവിടെ വരികയാണ് നോർത്ത് ഈസ്റ്റിൽ. ഈ ചെടി പടർന്ന് പന്തലിക്കുകയാണ്. അപ്പോൾ വാസ്തുരീതികളിൽ അതൊരു എനർജി ലോസ് ആ വീട് പേറും. ഒരുപക്ഷെ അവിടെ ഉള്ള പച്ചക്കറികൾ മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കാം, അവർ നല്ല പ്രശംസിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഒരു വലിയൊരു അഭിമാനമായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ നല്ല പച്ചക്കറി കഴിക്കുന്നെന്ന് നിങ്ങൾ ധരിക്കുന്നു, പക്ഷെ അത് വാസ്തു രീതിയിൽ ആ വീട്ടിൽ ആരെങ്കിലും നോർത്ത് ഈസ്റ്റിൽ പച്ചക്കറി ടെറസിന് മേളിൽ ചെയ്യുന്ന വീട്ടിൽ ആണുങ്ങൾ അസ്വസ്ഥരായിരിക്കും. ആണുങ്ങൾ മാത്രമല്ല, പക്ഷെ കൂടുതൽ ആണുങ്ങൾ ആ വീട്ടിൽ അസ്വസ്ഥരായിരിക്കും. അതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നിങ്ങൾ സ്വയം ചിന്തിക്കുക. പച്ചക്കറി നിങ്ങൾ അവിടെ നിന്ന് മാറ്റി സൗത്ത് വെസ്റ്റ്, അതായത് തെക്ക് പടിഞ്ഞാറ് കോർണറിൽ കൂടുതൽ പച്ചക്കറികളും ഈ ഇല പടർന്ന് കിടക്കുന്ന രീതിയിലുള്ള ഇലകളും പച്ചക്കറികളും ഒക്കെ എല്ലാം നിങ്ങൾ കന്നിഭാഗങ്ങളിലോട്ട് മൂവ് ചെയ്യുക. പച്ചക്കറി വയ്ക്കാം, പക്ഷെ നോർത്ത് ഈസ്റ്റ് ഒഴിവാക്കുക. നമ്മൾ ഈ പെറ്റ്സുകളെയൊക്കെ വളർത്തുന്നുണ്ടോ? അതും എന്തെങ്കിലും നല്ലതാണോ, ദോഷമുണ്ടോ? അതിനും സ്ഥാനങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഇത് പറഞ്ഞിട്ടുണ്ട്. പെറ്റ്സൊക്കെ വളർത്തുന്നത് നല്ലത്. ഒരു നായ്ക്കുട്ടിയോ ഒരു പൂച്ചയോ അതൊക്കെ നല്ലതാണ്. കാരണം കർമാസമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. ലവ് ബേർഡ്സിനെയൊക്കെ അതിനൊരു ചെറിയൊരു കൂടുണ്ടാക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും വെക്കുന്നുണ്ട്. ഇപ്പം വാസ്തു നോക്കിയിട്ടായിരിക്കത്തില്ല അവർ വെക്കുന്നത്. അതൊക്കെ നല്ലതാണോ? അത് എപ്പോഴും നമ്മളത് വെക്കേണ്ടത്, ഇപ്പൊ മനുഷ്യന് ഒരു സ്ഥലത്ത് അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ മണിക്കൂറുകളോളം നിൽക്കാൻ പറ്റും. ഒരുപക്ഷെ അതൊരു കടമ നിർവഹിക്കാനാണെങ്കിലും അല്ലെങ്കിൽ അനുസരിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് പ്രകടിപ്പിക്കാനാണെങ്കിലും ഒരു മനുഷ്യനെ കുറച്ച് സമയം അനങ്ങാതെ നിൽക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിനോട് നിൽക്കാൻ പറ്റും. പക്ഷെ അത് മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ പറ്റില്ല. അപ്പോൾ അത് എപ്പോഴും മൂവ്മെൻ്റ് ഉള്ളതാണ്. അപ്പം മൂവ്മെൻറ്റ് എന്ന് വരുമ്പോൾ തന്നെ നമ്മൾ വായുവിലോട്ട് കൊണ്ടുപോകും. വായുമൂല, അതായത് വടക്കും പടിഞ്ഞാറും ചേരുന്ന നോർത്ത് വെസ്റ്റ് കോർണർ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും കുഞ്ഞു പട്ടിക്കൂടുകളോ മൃഗങ്ങൾ നിങ്ങൾ വളർത്തുന്നുണ്ടെങ്കിലോ പക്ഷികൾ വളർത്തുന്നുണ്ടെങ്കിലോ നിങ്ങൾ നോർത്ത് വെസ്റ്റ് കോർണർ ഭാഗങ്ങളിലായിട്ട് നിങ്ങൾ ഒരു കൂട് കെട്ടി അവരവിടെ നിങ്ങൾക്ക് സുഖമായി വളർത്താം. ഒരിക്കലും ഈശാന്യത്തിലോട്ട് കൊണ്ടുവരരുത്. കാരണം ഈശാന്യത്തിലോട്ട് കൊണ്ടുവരുമ്പം അവിടെ ഒരു കൂട് നിർമ്മിതമായി അവിടെ അതിൻ്റെ വേസ്റ്റ് വീഴുന്ന് ഏറ്റവും ശുദ്ധമായിരിക്കേണ്ട ഭാഗം അശുദ്ധമാകുന്നു. അപ്പം ഈശാന്യ ഒഴികെ ഫസ്റ്റ് ചാൻസ് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നോർത്ത് വെസ്റ്റ് തന്നെയാണ്, വായുമൂല. രണ്ടാമത് ചാൻസ് കന്നിയിലോ ആഗ്നേയത്തിലോ വയ്ക്കാം. ആഗ്നേയത്തിൽ പ്രത്യേകിച്ച് പട്ടി സംബന്ധമായ രീതിയിൽ വയ്ക്കാൻ എപ്പോഴും കുറയ്ക്കും. ഒരു വല്ലാത്തൊരു ഇറിറ്റേഷൻ ആ മൃഗം അനുഭവിക്കും. അതുകൊണ്ട് ആഗ്നേയത്തിൽ ഒഴിവാക്കുക. വായുമൂല ഏറ്റവും നല്ലതാണ്. ഇപ്പം നമ്മുടെ പഴയ വീടുകളിലേക്ക് നമ്മൾ താമസം മാറുകയാണ്. പണ്ടത്തെ കുടുംബ വീടുകളാവാം, ഇല്ലെങ്കിൽ ആരോ പണിഞ്ഞിട്ടേക്കുന്ന വീടുകളിലേക്ക് നമ്മൾ പൈസ കൊടുത്ത് അവിടുത്തെ ഒരു ഗൃഹനാഥനായി കയറുവാണ്. അതിലെങ്ങനെ, എത്രമാത്രം നമുക്ക് ദോഷമുണ്ടോ, നല്ലതാണോ? നല്ലൊരു രീതിയിൽ അത് ഒരു അനുഭവ രീതിയിലൊരു ഒരു കാര്യം കൂടെ പറയാം. കാരണം അത്യാവശ്യം നല്ല വാസ്തു, പക്ഷേ ഒരു പഴയ വീട് മേടിക്കുകയാണ്, ഒരു വലിയ തറവാട് വീട്ടിലുള്ള വീട് മേടിക്കുകയാണ്. എൻ്റെ അറിയപ്പെടുന്ന ഒരു സുഹൃത്തും കൂടെയാണ്. പക്ഷെ അത് ഞാൻ വാസ്തുസ്റ്റാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. അതിനു മുമ്പ് അദ്ദേഹം മേടിച്ചതാണ്. അപ്പം നോക്കിയപ്പോഴത്തേക്ക് നോർമലി തമിഴ്നാട്, കാരണം ഞങ്ങൾ ഇച്ചിരി തെക്കാണല്ലോ, അപ്പോൾ തമിഴ്നാട് തന്നെയാണ് ആൾക്കാരെ കൊണ്ടുവന്നതും ആ വീട് സെലക്ട് ചെയ്തൊക്കെ എല്ലാം ശരിയായിരുന്നു. പക്ഷേ ആ വീടിനകത്ത് അവരത് പാല് കാച്ചി കുറച്ച് വർക്കൊക്കെ ചെയ്ത് പാല് കാച്ചിയതിന് ശേഷം തകർച്ചയിൽ നിന്ന് തകർച്ചയിലോട്ട് ആ കുടുംബം പോകുന്നു. ഗൃഹനാഥന് ഒരു ആക്സിഡൻ്റ് ആയി. ആ ആക്സിഡൻറ്റ് വളരെ നിസ്സാരമായ ആക്സിഡൻ്റ് ആയിരുന്നു. പക്ഷേ അത് തന്നെയായിരുന്നു അയാൾക്ക് ആ വീട്ടിലിരിക്കേണ്ട ഏറ്റവും വലിയ കാരണവുമായി മാറി. അപ്പോൾ അങ്ങനെ കുറച്ച് കാലം അവർ വലിയ ദുരിതത്തിലോട്ട് പോയതിന് ശേഷം പിന്നെ വേറെ ആരോ ബ്ലോഗ് ഉണ്ടല്ലോ, വേറെ ആരോ പറഞ്ഞറിഞ്ഞു, എന്നെ ഒന്ന് അദ്ദേഹം വിളിച്ചു, ഞാനൊന്ന് പോയി. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും എനിക്കും എൻ്റെ ആ ഒരു ഫസ്റ്റ് നോട്ടത്തിൽ എനിക്ക് അവിടെ വാസ്തുദോഷമായിട്ട് കാണുന്നില്ല, ഏറ്റവും നല്ല രീതിയിലുള്ള വാസ്തുവായിരുന്നു. പക്ഷെ അവിടെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കന്നിമൂലയ്ക്ക് ആ വീടിന് മുമ്പ് ഒരു തറവാടുണ്ടായിരുന്നു. അതിൻ്റെ ടോയ്ലറ്റിൻ്റെ ടാങ്ക്, സെപ്റ്റിക് ടാങ്ക് വലിയൊരു ടാങ്കാണ്. ഇപ്പോഴുള്ള പണ്ടൊക്കെയാണെങ്കിൽ വലിയ വീടിന് വലിയ ടാങ്ക് വയ്ക്കും. അങ്ങനെ വലിയൊരു ടാങ്ക്
കുഴി മൂടാതെ മേളിൽ സ്ലോബ് ഇട്ട് അതിൻ്റെ മേളിൽ മണ്ണിട്ട് അതിൻ്റെ മേളിൽ ചെടി വളർന്ന് അങ്ങനെ അവർക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ വലിയൊരു കുഴി കന്നിമൂലയിൽ പടിഞ്ഞാറ് ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള രീതിയിൽ എനിക്കും ഒരു ഞാനത് നോക്കുന്നു. അപ്പം പിന്നെ എപ്പോഴും എന്നെ കേൾക്കുന്നവർക്കറിയാം ഞാനങ്ങനെ വീട് ചുറ്റും, അവർക്ക് പോലും അറിയില്ല എന്തിനാ ചുറ്റും, ഞാനങ്ങനെ വീട് ചുറ്റി എന്തെങ്കിലും എനിക്കൊരു സൈൻ കിട്ടാതെ ഞാൻ വീട്ടിൽ നിന്ന് വരില്ല. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെ എന്ത് ചെയ്തു, ആ കന്നി ഭാഗത്ത് നിന്ന് ഞാനവിടെ നിൽക്കുമ്പം വളരെ അപൂർവമായിട്ട് വളരെ കൂടുതൽ ചെടി ഒരു ഭാഗത്തോട്ട് വളർന്നു നിന്നു. വളരെ കുറച്ച് കൂടുതൽ ചെടി ആ ഭാഗത്തോട്ട് വളർന്നു നിൽക്കുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, കാരണം ഇതിൻ്റെ ലീക്കും മറ്റെന്തെങ്കിലും സ്രോതസ്സൊക്കെ വെച്ച് വേഗം വളരുന്നത്. അങ്ങനെ ഞാൻ കാരണം അവിടെ ഒരു ചെറിയൊരു കുഴി പോലെ ഉണ്ടായിരുന്നു, കാരണം മഴവെള്ളം ഇറങ്ങി അവിടെ ചെറിയ കുഴിയും ചെടികൾ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഒന്ന് ചവിട്ടി നോക്കിയപ്പോൾ ഏകദേശം എനിക്ക് കൺഫേം ചെയ്യാൻ തോന്നി, എന്തോ മനസ്സ് ഒരു എനർജി റിസീവിങ് സ്വഭാവം എനിക്കുണ്ട്. എപ്പോഴും ഒരു വാസ്തു ടെക്നീഷ്യന്മാർക്ക് അങ്ങനെയാണ്, ഒരു വീട്ടിനുള്ളിൽ പോകുമ്പോൾ ആ വീട്ടിന് എന്തെങ്കിലും പറയാനുണ്ടായിരിക്കും, അതൊരു ടെക്നീഷ്യൻ ഉണരും. ആ വീട്ടിലുള്ളവർ താമസിക്കുന്നവർക്ക് ഉണരും, പക്ഷെ അവർക്ക് ഇതാണെന്ന് അറിയില്ല. അപ്പോൾ എനിക്കെന്തോ എന്നെ അവിടെ നിന്ന് ഉണർത്തുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ മമ്മട്ടി ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ നല്ല ടയർഡായി, ഞാൻ തന്നെയാണ് ചെയ്ത് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഒരു സെപ്റ്റിക് ടാങ്ക് അവിടെ ഉള്ളതായിട്ട് തോന്നി. കോൺക്രീറ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അവിടുത്തെ എനിക്ക് കുറച്ച് പരിചയം, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലുള്ള ആളാണ്. അങ്ങനെ കുറച്ച് സമയം നിന്ന് അവിടെ നിന്ന് ആൾക്കാർ ഉടനെ കിട്ടുമല്ലോ, അവിടെയൊക്കെ പണിക്ക് വേഗം ആൾ കിട്ടും. അങ്ങനെ കൊണ്ടുവന്ന് അതിനെ തോണ്ടി നോക്കിയപ്പോൾ വലിയൊരു സെപ്റ്റി ടാങ്ക് അവിടെ ഉണ്ടായിരുന്നു. അത് അന്ന് ഉടയ്ക്കാൻ പറ്റാതെ പിറ്റേ ദിവസം 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ ഉടച്ച് നോക്കിയപ്പോൾ അത് വലിയ ടാങ്കായിരുന്നു. അതെന്തായി, അത് മൂടിയില്ലായിരുന്നു അവർ, എൻ്റെ മേളിൽ മണ്ണിട്ട് അതിനെ ചെയ്തു. അപ്പം അങ്ങനെ പഴയ വീടുകളിൽ അങ്ങനെ ഒരു വലിയൊരു ചില കുഴികൾ ചതിക്കാറുണ്ട്. പിന്നെ പഴയ വീട് മേടിച്ച് കൂട്ടിക്കെട്ടുന്ന എക്സ്പാൻഷൻ ഇങ്ങനെ കെട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ഡിഗ്രി ബേസിൽ കണക്ക് മാറും. കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു പറയുന്ന കണക്കൊന്നുമല്ല, ബ്രഹ്മസൂത്രവും മരണചുറ്റമൊന്നുമല്ല. ലെന്ത്, അതിൻ്റെ ഉച്ചനീച്ച ഭാഗങ്ങളിൽ നിന്നും ആ ലെന്ത് കൂടുമ്പം ഉച്ചനീച്ച ഭാഗങ്ങളും കൂടുന്നു. അപ്പോൾ ആ കുഴികൾ അവിടെ ബാധ്യതയാവുന്നു. പിന്നെ ഹൈറ്റ്, മേളിൽ പോയി ഒരു 2 റൂം ഇറക്കി കെട്ടുന്നവർ എക്സ്ട്രാ തൂണ് കൊടുക്കുന്നു പഴയ വീട്ടിനൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ രീതികളിൽ വാസ്തു ഒപ്പീനിയൻ കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ എപ്പം ഒരു 40-50 വർഷം മുമ്പുള്ള വീടുകൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുഴികളാണ്. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ വാസ്തുപരമായിട്ടുള്ള ചോദ്യങ്ങളും സംശയങ്ങളുടെ ഉത്തരങ്ങളും നമ്മളിതിവിടെ നിർത്തുന്നില്ല. അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. നിങ്ങൾക്കും ഇതുപോലെ ചോദ്യങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സാറിനെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സാറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്പരും നമ്മൾ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്.